നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ കേരളത്തിലെ മാപ്പറുകളൊക്കെ വലിയ ആഹ്ലാദത്തിലായിരുന്നു. ഒരുപക്ഷെ അവരിൽ ചിലരെങ്കിലും മുൻപ് നേപ്പാളിൽ കണ്ടിട്ടുള്ള കാഴ്ച, ബംഗ്ലാദേശിൽ കണ്ടിട്ടുള്ള കാഴ്ച, അതിനു മുമ്പ് ശ്രീലങ്കയിൽ കണ്ടിട്ടുള്ള കാഴ്ച ഇങ്ങ് ഇന്ത്യയിൽ ഡൽഹിയിൽ കാണാൻ പറ്റുമെന്ന് വ്യാമോഹിച്ചിരുന്നു ചിലരൊക്കെ. അങ്ങനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയവരും കണ്ടേക്കാം. പക്ഷേ നേരം വെളുത്ത് അവരൊക്കെ പ്രതീക്ഷിച്ച പോലെ പാറ്റ, അതായത് പാറ്റ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ പുതുതായിട്ട് സോഷ്യൽ മീഡിയ വന്നു. പിന്നീട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ സമീപിച്ചെന്ന് പറയുന്നവർക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു, രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ. ജെൻസി തലമുറയാണ് ആ മുന്നേറ്റത്തിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മാപ്രകൾ വലിയ വായിൽ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ നേതാവ് ഇന്ന് രാവിലെ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. തുടർന്ന് അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവർക്ക് രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള, പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇവിടുത്തെ മാപ്രകൾ ആഗ്രഹിച്ച, സ്വപ്നം കണ്ട യാതൊന്നും അവിടെ നടന്നില്ല. ഇവരവിടെ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും, പ്രത്യേകിച്ചും നമ്മുടെ മലയാളത്തിലുള്ള അല്ലെങ്കിൽ ഇവിടെ ദക്ഷിണേന്ത്യയിലുള്ള കുറച്ച് മാപ്രകളും അതേപോലെ തന്നെ കുറച്ച് പ്രായമായ ആളുകളും SFIയും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ജൻസികൾ വളരെ തുച്ഛമായിരുന്നു. ഏതാണ്ട് 1000 താഴെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മാപ്രകൾ പോലും നൂറുകണക്കിന് എന്ന രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത്. സാധാരണ വലിയൊരു പ്രക്ഷോഭമാണെങ്കിൽ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ എന്നാണ്. പക്ഷേ അവർക്ക് പോലും അങ്ങനെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. ചുരുക്കത്തിൽ ആ പ്രക്ഷോഭം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ തുടങ്ങി അവിടെ BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെട്ട ആ സംഗതി ഗ്രൗണ്ട് ലെവലിലേക്ക് വന്നപ്പോൾ ഈ പറയുന്നതിൻ്റെ 10% ആളുകൾ പോലും അതിൽ പങ്കെടുത്തില്ല. 10% പോയിട്ട് 5% പോലും ഇല്ല എന്ന് ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ മാപ്രകൾ പ്ലേറ്റ് മാറ്റി. ഇതിനെ ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ചു, അതുകൊണ്ടാണെന്നുള്ള രീതി. പിന്നീട് ഇത് വിചാരിച്ചത്ര ആളുകൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ തന്നെ ഇവിടെ വാർത്തയും കൊടുക്കാൻ തുടങ്ങി. നമുക്ക് കാണുന്നത്, നമുക്ക് ചിലർക്കൊക്കെ ആശയക്കുഴപ്പമുണ്ടാകും. ഇത് ശരിക്കും നടക്കുന്നത് ജെൻസിയുടെ പ്രക്ഷോഭമാണോ അതോ ഇനി ഏതെങ്കിലും ഫിലിം ഫെസ്റ്റിവലാണോ എന്ന് സംശയമാണ്. കാരണം ഫിലിം ഫെസ്റ്റിവലിനൊക്കെയാണ് നമ്മൾ ഇതുപോലുള്ള ഇത്തരം വേഷം കിട്ടിയ ആളുകളെ സാധാരണ കാണുന്നത്. ഒരു സഞ്ചിയൊക്കെ കാണും. ഇവിടെയും ബന്ധിരിക്കുന്നത് ഒരു സഞ്ചിയൊക്കെ ആയിട്ട് ഫിലിം ഫെസ്റ്റിവലാണോ എന്ന് തോന്നിപ്പോവും. അതും കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ രാഹുൽ പശുപാലിനൊക്കെ ഇവിടെ നടത്തിയ ചുംബന സമരം നമ്മൾ അന്നും ഇതുപോലുള്ള ചില വേഷധാരികളെ നമ്മൾ കണ്ടിരുന്നു. ഇനി അതിനു വേണ്ടി വന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില ചെറിയ പിള്ളേർ, അതായത് ഈ പറയുന്ന ജെൻസി കുട്ടികൾ വീട്ടിൽ നിന്ന് ജോലിക്കാരെ വരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവർ 4 മുദ്രാവാക്യം വിളിച്ചപ്പോഴേക്കും ഡൽഹിയിലെ ചൂടിൽ തളർന്നു. പിന്നെ ജ്യൂസ് കുടിക്കുന്നു, ജോലിക്കാർ വന്ന് വീശി കൊടുക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റിയ പണിയല്ല എന്ന് മലയാള മാപ്രകൾ തന്നെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും അടച്ചിട്ട മുറിക്കകത്ത് ഒരു കമ്പ്യൂട്ടറിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയൊക്കെ മുന്നിലിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയ കിടന്ന് ആഹ്വാനിക്കുന്ന കണക്കല്ല മണ്ണിലോട്ടിറങ്ങി ഒരു പ്രതിഷേധം നടത്തുമ്പോൾ ഉള്ള അനുഭവം എന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആകപ്പാടെ ഈ മാധ്യമങ്ങൾ, അതായത് മലയാള മാപ്രകൾ ഓടി നടന്ന് ബൈറ്റ് എടുത്തത് ഈ ആനി രാജയുടെ മാത്രമാണ്. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതിനാൽ ഇത്തരം സമരം കൊണ്ട് വന്നാലും അവർക്കൊക്കെ പിന്തുണയായിട്ട് അവർ പോയിരിക്കും. അതേപോലെ തന്നെ SFIയും ASFും സാധാരണഗതിയിൽ ഇവരുടെ ഒപ്പം തന്നെ വൃന്ദ കാരാട്ടിനെ കൂടെ കാണേണ്ടതാണ്. അവരുണ്ടോ ഇല്ലെന്നറിയില്ല, ഇതുവരെ നമ്മുടെ കണ്ണിൽ പെട്ടില്ല. ഒരു പക്ഷേ ഏതെങ്കിലും മൂലയ്ക്ക് കണ്ടേക്കാം. എന്തായാലും ഈ SFIയും ഇടതുപക്ഷമൊക്കെ ഇതിന് പിന്തുണ കൊടുത്തപ്പോഴേ ഇതിൻ്റെ വിധി ഇതായിരിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. കാരണം ഈ എറണംകെട്ടവന്മാർ എവിടെ പോയി തൊട്ടിട്ടുണ്ടെങ്കിലും പിന്നെ അത് വിജയിച്ച ചരിത്രമേ ഇല്ല. അത് എപ്പോൾ പൊട്ടി എന്ന് ചോദിച്ചാൽ മതി. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവരെയൊന്നും അടുപ്പിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ, അതായത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും പിന്തുണ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിനെ ഒഴിവാക്കുക, CPMനെയും കോൺഗ്രസിനെയും BJP അടക്കമുള്ള ആരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പൊതുവായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇങ്ങനെയൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും എത്രയോ ആളുകൾ കൂടുതൽ കാണുമായിരുന്നു. മറിച്ച് കിട്ടുന്നവരെല്ലാം പോരട്ടെ എന്ന ആ ഒരു മനോഭാവത്തോടെ ഇരുന്നുകൊണ്ട് കണ്ട SFIയും ASFും ഒക്കെ കൊണ്ട് പിന്തുണ കൊടുത്തു. അവർക്ക് ഡൽഹിയിലുള്ള അവരുടെ വക്താക്കളും മറ്റുമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത്തരം ഏത് കൂട്ടം വന്നാലും, അതും മോദി സർക്കാരിനെതിരെ, BJP സർക്കാരിനെതിരെയാണ് വരുന്നതെങ്കിൽ അവരെയൊക്കെ നിരുപാധികം പിന്തുണയ്ക്കാൻ തയ്യാറായിട്ട് വിലയും കൂലിയും ഇല്ലാത്ത ആളുകളുണ്ട് അവിടെ. ജയിക്കിനെയൊക്കെ ആ കൂട്ടത്തിൽ കാണേണ്ടതാണ്. പക്ഷേ കണ്ടില്ല. ഇനി ഒരുപക്ഷെ അന്ന് MA ബേബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കൂട്ടത്തിൽ ജയിക്കിനെയും കൊണ്ടുപോയെന്നറിയില്ല. എന്തായാലും ഇന്ന് ഞാൻ കണ്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ചുരുക്കത്തിൽ ഈ ജെൻസി പ്രക്ഷോഭം, അഥവാ ഈ കോക്രോച്ച് പാർട്ടി, ജനതാ പാർട്ടി എന്ന ആ പുതിയ പാർട്ടി സംഘടിപ്പിച്ച, ജന്തർ മന്ദിർ സംഘടിപ്പിച്ച ആ പ്രക്ഷോഭം അതിദയനീയമായ രീതിയിൽ ഒരു ചലനവും ഉണ്ടാക്കാതെ അത് പരാജയപ്പെട്ടു എന്ന് ഉറച്ചു തന്നെ പറയേണ്ടി വരും. ഇവിടുത്തെ മാപ്രകൾ കുറേ മണിക്കൂറുകളോളം വള്ളംകളിക്ക് കമൻട്രി പറയുന്ന പോലെ പറഞ്ഞ് പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി വെറുതെ കിടന്ന് പറയുകയാണ്. അല്ലെങ്കിലും അവരാരെങ്കിലും പിന്തുണച്ചാൽ അവരൊന്നും ഗതി പിടിച്ച ചരിത്രമേ ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. നമുക്കത് അറിയാവുന്നതാണ്. ഇതിൻ്റെയും വിധി മറ്റൊന്നല്ല എന്ന് ഇവർ പിന്തുണ കൊടുത്തപ്പോഴേ നമ്മൾ ഉറപ്പിച്ചതാണ്.